ചങ്ങായിമാർ ഈ അടുത്ത 5 വർഷം കൊണ്ടൊന്നും നമ്മളെ സംഖ്യയുടെ കുരുവട്ടലുണ്ടല്ല, ആ കുരുവട്ടൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെ വിശകലമാണത്തിന്റെ കുരുവട്ടലില്ലേ, ആ കുരുവട്ടൽ കൊണ്ടുണ്ടല്ല, കുരുവിന് തന്നെ മടുത്തിരിക്കുകയാണ്. ഇന്ന് സംഖ്യയുടെ നമ്മളെ വിശകലമാണത്തിന്റെ കുരുവട്ടലിന് കാരണം എന്താ അറിയാം? ഫിഷറീസ് വകുപ്പില്ലേ, അത് ലീഗിന് കൊടുത്തതാണ് ഇവന്മാരുടെയൊക്കെ കുരുവട്ടലിന്റെ കാരണം. ഇവർക്ക് ഇത്രയും ദിവസം കുരുവട്ടിയത് വിദ്യാഭ്യാസ വകുപ്പില്ലേ, അത് ലീഗിന് കൊടുത്തതായിരുന്നു. ഇപ്പത്തെ കുരുവട്ടലുണ്ടല്ല, ഫിഷറീസ് വകുപ്പ്, അത് ലീഗിന് കൊടുത്തതാണ് ഇവരുടെ കുരുവട്ടലിന്റെ കാരണം. ഇവരുടെയൊക്കെ കാർച്ചിൽ കാണുമ്പോൾ ഞാനൊരു കാര്യം പറട്ടെ, ഞാനെങ്ങാനും ഒരു ലീഗിന്റെ നേതാവാണെങ്കിൽ ഞാൻ ലീഗുകാരോട് പറയും, നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്കുണ്ടല്ല BJPക്ക് വിദ്യാഭ്യാസ വകുപ്പും ഫിഷറീസ് വകുപ്പും ഒക്കെ BJP കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രതിപക്ഷത്ത് ഇരിക്കാന്നാണ് ഞാനൊരു ലീഗിന്റെ നേതാവാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. കാരണം ഉണ്ടല്ല, ഇവന്മാരുടെ കാർച്ചിലുണ്ടല്ല, നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ പ്രളയം വരും, കണ്ണുനീരിന്റെ പ്രളയം. എന്തായാലും നമുക്കായും തന്നെ നമ്മുടെയും സംഖ്യയുടെയും എല്ലാമായ നമ്മുടെ വിശകലമാണത്തിന്റെ ഒരൊന്നൊന്നര കുരുവട്ടിൽ കണ്ടിട്ട് വന്നാലോ? വിശകലമാണത്തിനുണ്ടല്ല ഈ ഒരു വാർത്ത വന്ന ആകെ കുരുവട്ടിയത് മഞ്ഞുരുകി ഉന്നത വിദ്യാഭ്യാസ കോൺഗ്രസിന്, ഫിഷറീസ് വകുപ്പ്, മുസ്ലിം ലീഗിന്. ഇത് കണ്ടപാട് കുരുവട്ടിയ നമ്മളെ വിശകലമാടുണ്ടല്ല ഒരൊന്നൊന്നര പോസ്റ്റ് കിട്ട്. അത് വായിച്ചാലോ? വിശകല ടീച്ചർ, ഇത് വാസ്തവമാണെങ്കിൽ തീരദേശത്തെ ജിഹാദി അജണ്ടക്ക് UDF കീഴടങ്ങി. മാറാട്ടെ വംശഹത്യ നാം മറന്നു, വംശഹത്യ ആസൂത്രണം നടത്തിപ്പ്, പ്രതികളെ സംരക്ഷിക്കൽ എല്ലാം കഴിഞ്ഞ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള തെളിവ് നശിപ്പിക്കൽ സമയത്തുള്ള CBI അന്വേഷണം, തടഞ്ഞുവെക്കൽ, ഇതിന്റെ എല്ലാം പിന്നിൽ ലീഗിന്റെ അധികാരമായിരുന്നു. മന്ത്രിയുടെ മതം പ്രശ്നമല്ല, പക്ഷെ പാർട്ടി പ്രശ്നമാണ്. ഇത് അപകടത്തിലേക്കുള്ള പച്ചക്കൊടി വീശലാണ്. സതീശൻ എന്ന മുഖ്യമന്ത്രി അങ്ങയുടെ ചിരി മായാതിരിക്കണമെങ്കിൽ ഈ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്ന് ബഹുമാനത്തോടെയും സങ്കടത്തോടെയും കുരുവട്ടലോടും കൂടി വിശകലമാടും. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തപ്പോൾ നമ്മൾ വിശകലമാടും സംഖ്യകളൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് കിട്ടില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസം കിട്ടുമെന്ന്. ഇപ്പൊ ഫിഷറീസ് വകുപ്പ് കൂടി മുസ്ലിം ലീഗിന് കൊടുത്തപ്പം നമ്മൾ വിശകലമാടെന്താ പറഞ്ഞറിയാം, ഇനി അങ്ങോട്ടുണ്ടല്ല കടപ്പുറം മൊത്തം മുസ്ലിങ്ങൾ ഭരിക്കുന്നു. എന്നിട്ടുണ്ടല്ല മീനുകളെ മൊത്തം ഉണ്ടല്ല മുസ്ലിമായിട്ട് മതം മാറ്റുന്നതാണ് നമ്മൾ വിശകലമാടം പറയുന്നത്. എന്റെ വിശകലമാടമേ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വർഗീയതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടല്ല ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും സമയം കിട്ടുന്നുണ്ടോ? എന്തൊക്കെ നടന്നില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കണം. കാരണം നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട സാധനം നമ്മളെ നാട്ടിലുള്ളതുണ്ടല്ല, നമുക്കുണ്ടല്ല കണ്ണു കൊള്ളാതിരിക്കാൻ നല്ലതാണ്. വരാൻ പോകുന്ന ആപത്തുകളുണ്ടല്ല, നിങ്ങളെ തട്ടിട്ട് നിങ്ങളും കണ്ട വലിയൊരു ആപത്ത് ഇനി കേരളത്തിന് വരാനില്ല, എന്നാലും നിങ്ങളെ തട്ടിട്ടുണ്ടല്ല, അതൊക്കെ അങ്ങ് തിരിച്ചു പോട്ടെ. ഇനി നമുക്ക് അടുത്തായിട്ടുണ്ടല്ല വിസർജന ടിവിയിലെ ഗ്രൂപ്പ് ഓഫ് ചാണകങ്ങളുണ്ടല്ല, അവരുടെ മനോഹരമായ കുരുവട്ടൽ കണ്ടാലോ? ഈ 102 സീറ്റ് ഒക്കെ നേടി ആഘോഷമായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇത് എപ്പോ അറിയാൻ പറ്റും വകുപ്പുകൾ? എന്തിനാണ് ഫിഷറീസ് വകുപ്പിനായി കടിപിടി? വ്യവസായം, IT, പൊതുമരാമത്ത് തുടങ്ങിയ കുത്തക വകുപ്പുകൾ ഇതിനകം തന്നെ മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്ത് കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തിനാണ് ഈ ഫിഷറീസ് വകുപ്പിനായി കടിപിടിക്കുന്നത്? നിങ്ങൾ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ലീഗിന്റെ ഒരു ഇടപെടലാണ് വളരെ കൃത്യമായി അതിൽ പറഞ്ഞു പോകുന്നത്. ലീഗിന്റെ വളരെ കൃത്യമായ ഒരു അപ്രമാദിത്വം അതിൽ വന്നു. ലീഗിന്റെ പിടിവാശിയായിരുന്നു VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നത്. ഇപ്പോൾ ഈ വകുപ്പ് വിഭജനം ഫിഷറീസ് എന്ന് പറയുന്ന ഒരേ ഒരു വകുപ്പിൽ തട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഫിഷറീസ് തന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാം എന്നതാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്രശ്നത്തെ മറ്റൊരു കണ്ണിലാണ് കാണുന്നത്. അത് നിങ്ങൾ പറഞ്ഞതുണ്ടല്ലോ വളരെ കറക്റ്റാണ് കുലശ്രീ. നിങ്ങളുണ്ടല്ലോ ഈ സംഭവത്തെ മറ്റൊരു കണ്ണിലാണ് കാണുന്നത്. നിങ്ങളുടെ വൃത്തികെട്ട കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്. കാരണം നിങ്ങൾക്കുണ്ടല്ല അങ്ങനെ കാണാനേ പറ്റൂ. അതായത് നിങ്ങൾക്കുണ്ടല്ല വൃത്തികെട്ട കണ്ണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റൂ. നിങ്ങളുടെയൊക്കെ കണ്ണ് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മനസ്സുണ്ടല്ല, അതൊക്കെ ഉണ്ടല്ല ചീഞ്ഞെളിഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വായിന്നുണ്ടല്ല ഇതുപോലത്തെ ചീഞ്ഞ വാക്കുകളെ പുറത്തു വരൂ. നിങ്ങളെ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഖ്യയിൽ എന്താ പറയാന്നറിയാം, ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കിട്ടുകൊണ്ട് ഇനിയുണ്ടല്ല മീനുകൾ മൊത്തം ഉണ്ടല്ല മതം മാറി മുസ്ലിമാവെന്ന് സംഖ്യകൾ പറയും. നിങ്ങൾ നോക്കിക്കോ, മീനുകളെ മതം മാറ്റി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്ന അറിയാം, ഞണ്ടുകളില്ലേ, ഞണ്ടുകളുടെ മതം മാറ്റും. അത് കഴിഞ്ഞാൽ ആമേന്റെ വരെ മതം മാറ്റും. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ല കടലില്ലേ, കടലിന്റെ പേര് മാറ്റും. കടലിന്റെ പേരെന്തായിരിക്കും അറിയാം, മുഹമ്മദ് കടലിന് ആക്കും. നിങ്ങൾ നോക്കിക്കോ, സംഖ്യകൾ വേണമെങ്കില്ല ഇതുവരെ പറയും. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല വേറൊരു കുരുവട്ടിന്റെ അതിമനോഹരമായ കുരുവട്ടിൽ കാണിച്ചുതരാം. അത് വേറെ ആരുമില്ല, നമ്മളെ പൂഞ്ഞാലിലെ ചെറിയ കാക്കൂസിന്റെ അതിമനോഹരമായ കുരുവട്ടൽ. ലെവന്റെ കുരുവൊക്കെ ഉണ്ടല്ലോ ഇലക്ഷന് പാലാല ജനങ്ങളുണ്ടല്ല, പാലാല ജനങ്ങൾ പൊട്ടിച്ചതാണ്. എന്നാലും ചെറിയൊരു കുരുവട്ടിൽ കണ്ടിട്ട് വരാം. അല്ല, അവിടെ എല്ലാം വീതം വെപ്പ് നടന്നല്ലോ, വളരെ കൃത്യമായ വീതം വെപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ഓരോ വകുപ്പുകളും ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷേ ഓരോ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇപ്പോൾ ഫിഷറീസ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ മതേതരത്വം എന്താണ് എന്നുള്ളത് കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രീണനം എന്താണ് എന്നുള്ളത് കേരള സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും.
നിയമസഭാ ഇലക്ഷന് വീതം വെപ്പ് കാണുന്നിട്ട് അച്ഛനും മോനും ഉണ്ടല്ലോ, അപ്പനും മോനും ഒന്നും കിട്ടാത്തതിന്റെ സങ്കടമാണ് ഈ കാണുന്നത്, ഈ കരച്ചിലിൽ കാണുന്നത്. BJP-ക്കാരെ വീതം വെച്ചിട്ടുണ്ടല്ല, പൂഞ്ഞാറുണ്ടല്ല, പൂഞ്ഞാർ ഇവന്റെ അപ്പനും പാല ഇവനും കൊടുത്തിരുന്നു. അങ്ങനെ ആ 2 സ്ഥലം ഉണ്ടല്ല, വീതം കിട്ടിയ ശേഷം അപ്പനും മോനും ആ 2 സ്ഥലം എടുത്തിട്ട് ഒരുമിച്ചിട്ടുണ്ടല്ല നിയമസഭയിലേക്ക് വരാൻ കാത്തിരിക്കലായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, പൂഞ്ഞാറിലും പാലായിലും ജനങ്ങളില്ലേ, നല്ലവരായ ജനങ്ങള്, ഇവർക്ക് കിട്ടിയ ആ പട്ടയമില്ലേ, ആ പട്ടയം 2ആയി അങ്ങ് കീറിക്കളഞ്ഞ്, 1.5 കീറിലും കീറി. അങ്ങനെ BJP-ന്റെ അടുത്ത് നിന്ന് വീതം കിട്ടിയ പൂഞ്ഞാറും പാലായും ഉണ്ടല്ല, ഈ 2 വേട്ടാളിയന്മാർക്കും അങ്ങ് നഷ്ടപ്പെട്ട്. അതിന്റെ ദേഷ്യമാണ് ഇവന്മാരുണ്ടല്ല ഇവ മുസ്ലിങ്ങളോട് തീർക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടല്ല, മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല ഇവരെ തോൽപ്പിച്ചത്, ക്രിസ്ത്യാനികളുണ്ടല്ല, നല്ല അന്തസ്സുള്ള ക്രിസ്ത്യാനികളും കൂടിയാണ് ഇവരുണ്ടല്ല 8 നില പൊട്ടിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് ദേഷ്യം ഉണ്ടല്ല കുറച്ചു മുന്നേ അപ്പനും മോനും തീർത്തിരുന്നു. ഇനിയും കൂടല്ല മുസ്ലിങ്ങളുടെ ദേഷ്യം, ഈ ദേഷ്യം ഉണ്ടല്ല 5 വർഷം ഇങ്ങനെ തുടരും. ചിലപ്പം ഇവന്മാരുടെ 2 സ്വഭാവം വെച്ചിട്ട് അതിന്റെ ഇടക്ക് കാലുമാറിയിട്ട് കോൺഗ്രസിലേക്ക് ചാടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ലീഗുകാരെ മുസ്ലിങ്ങളെ ഇവന്മാരെങ്ങാനും ചാടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചാടം ഉണ്ടല്ല തിരിച്ച് എടുത്തിട്ട് അപ്പുറത്ത് തന്നെ ഇട്ടോട്ടാ. നിങ്ങളെ കൂട്ടത്തിലെങ്ങാനും വന്നിട്ടില്ലേ മൊത്തം നാറ്റികവുമാർ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടുള്ള അസാംഗ്യക്ക് നിന്നാലും ഇരുന്നാലും കുരുവട്ടുന്ന വേറൊരു മനോഹരമായ വാർത്ത കേൾപ്പിച്ചരാ. ആസിഫ് കെ യൂസഫ് IAS പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. നോർക്ക ഡയറക്ടർ പദവിയിൽ നിന്നാണ് പുതിയ ചുമതലയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന NSK ഉമേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയിലേക്ക് മാറ്റിയിരുന്നു. വിജിൻ വായനോട് ചേരുകയാണ്. വിജിൻ, വളരെ പെട്ടെന്ന് തന്നെ പുതിയ പദവികളിലേക്ക് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും വരും. ഇപ്പോൾ ആസിഫ് കെ യൂസഫ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി വന്നിരിക്കുന്നു. ഒരു യുവാവ് എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാകണം ഒരുപക്ഷെ അദ്ദേഹത്തെ പുതുതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. എന്തായാലും വലിയ വെല്ലുവിളികൾ, വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ട സമയത്തോടു കൂടിയാണ് നിലവിൽ അദ്ദേഹം ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി വരുന്നത് എന്നുള്ള ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഒരു ഭാഗത്ത് സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, പുസ്തക വിതരണം, യൂണിഫോം വിതരണം, അത്തരം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നടക്കൂല മോനെ, നടക്കൂല. സ്കൂള് തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു മുസ്ലിമിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് നമ്മളെ കുട്ടികളെ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പ്. അതും നിങ്ങളുണ്ടല്ല ആ സ്ഥാനത്തിരുന്ന ഒരു ഹിന്ദുവിനെ മാറ്റിയിട്ടില്ലേ മുസ്ലിമിനെ കൊണ്ടുവന്നേ. ആ ഹിന്ദുവിനെ നിങ്ങളുണ്ടല്ല അതിലും നല്ലൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി, അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ ഈ മുസ്ലിമിനെ കൊണ്ടുവന്നത് നമ്മൾ ഹിന്ദുക്കളെ മതം മാറ്റാൻ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ പറയുന്ന കോമഡി ഉണ്ടല്ല, നാളെ സംഖ്യ ഉണ്ടല്ല, സത്യമായിട്ട് കേരളത്തിൽ പറയും. വെറുതെ പറയുന്നില്ല. അവരെ കൊണ്ട് മാത്രമേ, ഈ സംഖ്യകളെ കൊണ്ട് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ കുലസ്ത്രീയെ പോലെ വൃത്തികെട്ട കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂ. അതുകൊണ്ട് മുസ്ലിം ലീഗിനോടും മുസ്ലിങ്ങളോടും ഞാൻ ഒന്നേ പറയുള്ളൂ, ഇനി അങ്ങോട്ട് 5 വർഷം നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ വർഗീയത കാണാൻ പറ്റി നമ്മളെ വിശകലിയും നമ്മളെ സംഖ്യകളും അവിടെ ആ വൃത്തികെട്ട കണ്ണില്ലേ, ആ വൃത്തികെട്ട ചീഞ്ഞ കണ്ണുമായി ആ കണ്ണിലുണ്ടല്ല ചാണകമൊഴിച്ച് നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് 5 വർഷം സംഖ്യയുടെ ഇതുപോലുള്ള വെറൈറ്റി കുരുവട്ടൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ചിരിച്ച് പണ്ടടങ്ങാം. അപ്പൊ ഇനി അങ്ങോട്ടുണ്ടല്ല 5 വർഷവും നിരന്തരം കുരുവട്ടുന്ന ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.